ഹലോ ഗുഡ് മോർണിംഗ് ദാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേലെ കഥയൊന്ന് നോക്കിയാലോ. ഇന്നിപ്പോൾ 11/7/26 കഥയാണ് കേട്ടോ. അപ്പോൾ കഥയിലെ നമ്മുടെ അലീന ശരണ്യെ വിളിക്കുകയാണ്. ശരണ്യെ വിളിച്ചിട്ട് മോളെ നീ അവിടെ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി, എന്തേ നീ ചേച്ചി അവിടെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എന്താ ചേച്ചി വിളിച്ച് വയ്ക്കുമ്പോൾ ഒന്നുമില്ല, ഞാനൊന്ന് അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനെന്താ ചേച്ചി വാ, എപ്പോഴാണ് വരുന്നത്, ഇപ്പോൾ വരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അവൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ബഹളമാണ്. അപ്പോൾ പറയും ഞാൻ വരാം, രാവിലെ കുറച്ച് തിരക്കുണ്ട്, പിന്നെ അച്ഛനോടൊന്ന് ചോദിക്കണം. ഓ, അച്ഛനോട് ചോദിച്ചിട്ട് വേണോ വരാൻ? പിന്നെ വേണ്ടേ, ഇവിടെ പിള്ളേർക്കൊക്കെ പരീക്ഷയാണ്, അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാം. എന്തായാലും ഇന്ന് വരുമല്ലോ അല്ലേ എന്നൊക്കെ, അത് നാളെ ആക്കി വയ്ക്കുമ്പോൾ ഇല്ല ഞാൻ ഇന്ന് തന്നെ വരും മോളെ എന്ന് പറയുകയാണ്. നീ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാനുണ്ട് ചേച്ചി, എന്നാൽ ഞാൻ വരാം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ എന്തോ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ. അപ്പോൾ എന്തോ കൊണ്ട് ശരിയാവുന്നില്ല. അപ്പോൾ പുള്ളി ഗോവർദ്ധനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് GSTയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നത് ബാലേട്ടൻ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് ഞാൻ ഒന്നാണ്ട് വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ നീ ഇങ്ങോട്ട് വിളിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. വിളിക്കാം ബാലേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ അലീന അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അലീന ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ തകൃതിയായിട്ട് ഓരോന്ന് നോക്കുകയാണ് ലാപ്ടോപ്പിൽ. അപ്പോൾ പറയും എന്താണ് ആഗമന ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിക്കുന്നത്? അല്ല സാധാരണ നിനക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നീ എനിക്കൊരു ഗ്ലാസ് ചായയും കൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ നീ എന്നെ ഉപദേശിക്കാൻ വരുന്നതാണ്. ഇതിപ്പോൾ എന്താണെന്ന് എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല, എന്തോ കാര്യം സാധിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടച്ചാ എന്ന് പറയും. എന്നാണ് പറയുക, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയണ്ട. പറ മോളെ, നീ എനിക്ക് മനസ്സിലായല്ലോ നീ എന്തിനാണ് വന്നതെന്നുള്ളത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ പറയും ഞാൻ ശരണ്യയുടെ വീട്ടിലൊന്ന് പോയിക്കോട്ടെ എന്ന് പറയും. അതാണോ, അതിനെന്താ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് പോകുന്നത്? ഇപ്പോൾ പോകുന്നോ എന്ന് ചോദിക്കണം. ഇന്ന് പോകണം, ശരണ്യ പോയി ഒന്ന് കാണണം. യാത്ര പറയാൻ പോവുമായിരിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. അതെ യാത്ര പറയാൻ പോവാണ് അച്ഛാ എന്ന് പറയും. എന്നാൽ പിന്നെ ആരെ വരുന്നത്? റോഹിത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ, അറിയില്ല. റോഹിത്തുണ്ടെങ്കിൽ ഞാൻ റോഹിത്തിനെയും കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്നാൽ മോൾ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി അച്ഛാ എന്ന് പറയും. പിന്നെ അവളങ്ങനെ പോയിട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ കാര്യം എന്ന് ചോദിക്കുന്നത്. അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം കൂടെ പറയേണ്ട അറിയാം. പറടാ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അച്ഛാ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാലും ശരണ്യയുടെ കാര്യം എങ്ങനെയെന്ന് ചോദിക്കും. ശരണ്യ എന്ത് കാര്യം? അല്ല അവളുടെ പഠിത്തവും മറ്റുള്ള കാര്യങ്ങളും. അതാണല്ലേ, അത് നീ ഇവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം ഞാൻ എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് അവളുടെ പേര് വെട്ടും എന്ന് പറയണം. അച്ഛാ നൽകുന്നുണ്ട്. ഞാൻ അവളെ മറക്കുമോ മോളെ? അവൾക്ക് എന്താ വേണ്ടച്ച ചെയ്യാം, നമുക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വേണം വെച്ചാൽ കാരണം നമ്മളെ റോഹിത്തിൻ്റെ ജീവിതമാണ് അവൾ നമുക്ക് തിരിച്ചു തന്നത്. അപ്പോൾ അവളുടെ ജീവിതം നമ്മൾ സേഫാക്കി കൊടുക്കണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യണം വെച്ചറിയും. ചെയ്യാം മോളെ, എന്താ വേണ്ടച്ച ചെയ്യാം. അവൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നീ അതിലൊന്നും വറീഡാവണ്ട, എല്ലാം ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എനിക്കത് അറിയാം, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണെന്ന് അറിയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, എനിക്കതറിയാം എന്ന് പറയും. എന്തായാലും നീ പോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് മടിച്ചിട്ട് പുള്ളിക്കാരി. പിന്നെയും പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി വെച്ചാൽ ഞാൻ പോയിട്ട് വരാം എന്നിങ്ങനെ തലകുലുക്കി പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങനെ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് പോകാനുള്ള സമയം. അപ്പോൾ വിധിയും കൃഷ്ണജിയും രണ്ടുപേരും സ്കൂളിലും കോളേജിലൊക്കെ പോവുകയാണ്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് മേശയുടെ മുകളിൽ ഇരിക്കുമ്പോഴേക്കും ഭവിത അങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി ഞാൻ ഇറങ്ങുക കേട്ടോ എന്ന് പറയുന്നുണ്ട്. നീ കഴിക്കാതെയാണോ പോകുന്നത്? ഞാൻ 2 റസ്ക്കും ചായയും കഴിച്ചു പറഞ്ഞു. വലിയ കാര്യം, നീ കഴിച്ചിട്ട് പോകുമെന്ന് പറയും. ചേച്ചി നേരല്ല അറിയും, നേരമൊക്കെ ഉണ്ട്, നീ ഇവിടെ വന്നിരിക്കുക കഴിച്ചിട്ട് പോകുമെന്ന് പറയും. അങ്ങനെ അലീനെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറിയോ എന്താണ്, അപ്പോൾ അതങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. കഴിക്കുക എന്ന് പറയുമ്പോൾ അവളിങ്ങനെ നോക്കുകയാണ് ഭവിത അലീനയുടെ മുഖത്തേക്ക്. പക്ഷേ അലീന പുറത്ത് പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ അകത്തേക്ക് അടുക്കളയ്ക്ക് പോകുമ്പോഴേക്കും കൃഷ്ണമോൾ വരും. അത് ശരി, എന്നോട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചി വിടുന്നില്ലേ കഴിക്കാതെ അറിയും. എന്നാൽ എനിക്കും കൂടെ വാരി തരുമോ എന്ന് ചോദിക്കുന്നു കൃഷ്ണ. നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയുക. അങ്ങനെ ഭവിത കൃഷ്ണയ്ക്കും കൂടെ ഭക്ഷണം വാരി കൊടുക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ അലീന അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അലീന വന്നിട്ട് നീ എങ്ങനെയാണോ കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ചേച്ചി എനിക്ക് നേരമില്ല എന്ന് പറയണ്ട. പിന്നെ ഞാനൊന്ന് ശരണ്യെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു അങ്ങനെ മുഖത്തോട് മുഖം നോക്കണം. അപ്പോൾ ഇന്ന് പോകണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിന്ന് പോകണം മോളെ, അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാം, കുറേ നാളായില്ലേ അവളെ കണ്ടിട്ട്, അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറയണം. അപ്പോൾ ചേച്ചി എപ്പോഴാണ് പോകുന്നത് ചോദിക്കുമ്പോൾ ഇപ്പോൾ പോകണം, രോഹിത് ഉണ്ടോ ചോദിച്ചു നോക്കണം. രോഹിത് എഴുന്നേറ്റില്ലേ, വിളിച്ചിരുന്നു, അലാം വെച്ച് നീച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ തന്നെ കിടന്നു തോന്നുന്നു
എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് വരാം, രോഹിത്തിനെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. ശരി ചേച്ചി, എന്നാൽ ഞങ്ങൾ പോട്ടെ വയ്ക്കും. അപ്പോൾ കൃഷ്ണ നീക്കുക, എനിക്ക് മതി പറഞ്ഞിട്ട് കൃഷ്ണ നീക്കുകയാണ്. അങ്ങനെ ഇവളും കഴിക്കാനുള്ള ഫുഡ് ബാക്ക് കഴിഞ്ഞിട്ട് പ്ലേറ്റും കൊണ്ട് ഭവിത കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ രോഹിത്ത് എഴുന്നേറ്റ് വരുന്നത്. നിനക്കിന്ന് എന്താ കോളേജിലേക്ക് അല്ല, ഞാൻ ശരണ്യയുടെ കൂടെ ഒന്ന് ശരണ്യയുടെ വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഈ കുട്ടികളൊന്ന് ബൈ ബൈ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താണ് നമ്മളെ അലീന ഒരു കപ്പ് ചായ കൊടുത്ത് രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും ശരണ്യ, നല്ല കാര്യം, നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാം ചേച്ചി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് നിൽക്കുമ്പോൾ അയ്യോ ചേച്ചി എനിക്കിന്ന് കോളേജിൽ എന്താ ഫ്രഷ് ഡേയോ അങ്ങനെ എന്തോ ഒരു ഇത് പറയുന്നുണ്ട് അവൻ. അപ്പോൾ എനിക്ക് അതിന് പോകണം, ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറയണം. അപ്പോൾ ഈ മോളിന് ഉച്ച കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല എനിക്ക്, അതുകൊണ്ടാണ് അത് ശരിയാവില്ല, അതാണ് ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്നാൽ പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ എന്താ ചേച്ചി ഇത്ര ധൃതി പിടിച്ചിട്ട് പോകുന്നത് ശരണ്യയുടെ വീട്ടിലെന്ന് ചോദിക്കുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ പറയും, പോണം മോനെ, ഒരു കാര്യമുണ്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ, അതാണ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യും, ഞാൻ ചേച്ചി സ്റ്റാൻഡിൽ ഇറക്കാം, എന്നിട്ട് ഞാൻ അങ്ങനെ പോവാം, പിന്നെ ചേച്ചി പൊക്കോളിലേക്കും. അത് ഞാൻ അങ്ങനെ പോവാമെന്ന് പറയും. എന്നാൽ ഞാൻ എപ്പോഴും ചേച്ചി ഇറങ്ങുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഞാനിതാ പെട്ടെന്ന് ഡ്രസ്സൊന്നും മാറേണ്ട താമസമേ ഉള്ളൂ, ഞാൻ ഇറങ്ങും, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ശരി അറിയും. അങ്ങനെ അലീന ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് രോഹിത്ത് അവിടെ നിൽക്കുക. രോഹിത്തിന് മനസ്സിലായി അലീന ഏതാണ്ട് പോകാനുള്ള സമയം ഏതാണ്ട് നിശ്ചയം. പിറ്റേ ദിവസം അലീന പോവുകയാണ്. അതൊന്നും പിള്ളേരാരും അറിഞ്ഞിട്ടില്ല അലീന പോണ കാര്യം. അപ്പോൾ പിള്ളേർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ എങ്ങനെ ഇതിലെടുക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കപ്പോൾ അവൻ്റെ മുഖമൊക്കെ ഒരുമാതിരി അവനങ്ങനെ ആലോചിക്കുകയാണ്, ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരിക്കാം. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് രോഹിത്ത്. അത് കഴിഞ്ഞ് നമ്മളെ അലീന ശരണ്യയുടെ വീട്ടിൽ ബസ് ഇറങ്ങി കുറച്ചങ്ങ് നടന്നു പോകുമ്പോഴേക്കും ഓമനക്കുട്ടനുണ്ടല്ലോ, അത് ശരണ്യയുടെ ഇളയ ആങ്ങള, അവൻ ഓടി വന്നിട്ട് പെട്ടെന്ന് ഈ ഇതിൽ കുടയിൽ കുടയിൽ നിവർത്തിയിട്ടാണ് നമ്മുടെ അലീനക്ക് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന് കുടയിൽ കയറുന്ന സമയത്ത് അലീന കണ്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ നീയായിരുന്നോ, ഇത് എവിടുന്നാ വന്നത് പെട്ടെന്ന് എന്ന് ചോദിക്കുക. അപ്പോൾ ആരുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു, അപ്പോഴാണ് ചേച്ചി പോകുന്നത് കണ്ടത്. അപ്പോൾ ഞാനത് ഓടി വന്നതെന്ന് ഇറക്കുമ്പോൾ അത് ശരി ചേച്ചി വീട്ടിലേക്കാണോ? അല്ല, ഞാൻ അപ്പുറത്ത് ഷാജിയേട്ടൻ്റെ വീട്ടിലേക്ക് വന്നറിയും. ആണോ? എന്നാൽ ഞാൻ പോവാം, നിൽക്കണം അവിടെ, ഞാൻ വീട്ടിലോട്ട് തന്നെ അറിയാം. അപ്പോൾ ഇവളുടെ കയ്യിൽ കല്യാൺ സിൽക്സിൻ്റെ കുറച്ച് കവറുകളും ഉണ്ട്, പിള്ളേർക്കുള്ള ഡ്രസ്സുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ശരണ്യക്കൊക്കെ കൊടുക്കണം, അതിനും കൂടെയാണ് പുള്ളിക്കാരി വരുന്നത്. പിന്നെ കൂട്ടത്തിൽ യാത്ര പറയുകയും വേണമല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ നടന്നു പോകും. അപ്പോൾ മഴച്ചാട്ടിലൊക്കെ നിന്നു കുടയൊക്കെ ചുരുക്കി വെച്ചിട്ടാണ് പിന്നെ ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അമ്മ തുണികൾ വിരിച്ചിടുന്നുണ്ട്, ശരണ്യയുടെ അമ്മ തുണികൾ ഇങ്ങനെ വിരിച്ചിടുന്നുണ്ട്. ആ സമയത്ത് അലീന ചെല്ലുന്നത്. അലീനയെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ്, കാരണം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ പറയും, മോൾ ഇത്ര പെട്ടെന്ന് എത്തിയോ, എങ്ങനെ വന്ന് ഓട്ടോയിലാണോ വയ്ക്കുമ്പോൾ? അല്ലമ്മേ, ഞാൻ അവിടെ ബസ്സിൽ പിന്നെ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിറഞ്ഞു, ഇവനെ അവിടെ നിന്നാണ് കിട്ടിയേക്കുമ്പോൾ ഇതേ പെട്ടെന്ന് എൻ്റെ കുടക്കീഴിൽ വന്ന് കയറിയതാന്ന് പറയും. അപ്പോൾ നീ അവിടെ നിൽക്കായിരുന്നടാ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ ആളാണ് മൂപ്പര്. ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ വയ്ക്കുമ്പോൾ വെക്കേഷനല്ലേ, ഇനി ക്രിക്കറ്റിൻ്റെ ടീം ഉണ്ടാക്കണം, കളിക്കണം, ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അലീനയും വളരെ കൂടപ്പുറപ്പിനോടെന്ന പോലെയുള്ള ആ സ്നേഹത്തോട് കൂടിയിട്ടാണ് ആ പിള്ളേരെ കാണുന്നത്. അപ്പോൾ അങ്ങനെ സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ഉമർത്തെത്തുമ്പോൾ അച്ഛനെവിടെ, സിറ്റൗട്ടിൽ സാധാരണ കാണുന്നതാണല്ലോ, എങ്ങോട്ട് പോയി വയ്ക്കുമ്പോൾ എന്തൊരു സ്ഥലത്തേക്ക് പോയ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി എന്ന് പറയും. അങ്ങനെ അകത്തേക്ക് വരിക. അപ്പോഴേക്കും ഓമനക്കുട്ടൻ്റെ മൂത്തൊരു പയ്യനുണ്ടല്ലോ, അവനങ്ങോട്ട് വരുന്നുണ്ട്. അവനോട് ശരത്ത് എന്നാണ് തോന്നുമ്പോൾ, നീ ഇവിടെ ഉണ്ടായിരുന്നു വയ്ക്കുമ്പോൾ ഞാൻ TV ആണായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ വരുന്ന വഴിയാണോ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ, ഞാൻ വരുന്ന വഴിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ശരണ്യ ഓടി ഇങ്ങോട്ട് വരും. ഞാൻ റൂമിലിരുന്നപ്പം ചേച്ചിയുടെ ശബ്ദം കേട്ടോ എന്നിട്ട് ഓടി വന്ന് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പറയോ, പിന്നെ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു ചേച്ചി വരുന്നത് നോക്കിയിട്ട്, കുറേ നേരമായി. അപ്പോൾ എടി നീ അതിനെ ഒന്ന് വിട്, അതിൻ്റെ ഡ്രസ്സൊക്കെ ഒലഞ്ഞു പോകും, നീ വിട്, അതൊന്നും സാരമില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലീനെ അങ്ങനെ അത്രയ്ക്ക് ജീവനാണ് ആ കുട്ടിക്ക് അലീനെ. അപ്പോൾ അങ്ങനെ അവിടുന്ന് വാടി, നമുക്ക് അകത്തോട്ട് കയറി ഇരുന്ന് സംസാരിക്കാം എന്ന് പറയണം. അങ്ങനെ ഇവരകത്തേക്ക് കയറുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പോൾ അലീനയും ശരണ്യയും അതുപോലെ ഓമനക്കുട്ടനും കൂടെ ഇരുന്നിട്ട് ഈ അലീന ചിന്നുമോളെ കാണാൻ പോയ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ചിന്നുമോള് രോഹിത്തിൻ്റെ കൂടെ നിൽക്കുന്നത്, രേവതിക്കുട്ടിയുടെ കൂടെ നിൽക്കുന്നത്, അതുപോലെ കൃഷ്ണമോളുടെ കൂടെ, അങ്ങനെ ഭവിതയുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ ചിന്നുമോള് അവളെല്ലാവരോടും പെട്ടെന്ന് പരിചയമാവും, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.
അതിൽ പറയും വാ ഊണ് കഴിക്കാം എന്ന് പറയുകയാണ് അമ്മ. വാ മക്കളെ വന്ന് ഊണ് കഴിക്കുക എന്ന് പറയും. അപ്പോൾ ശരണ്യയുടെ ഏട്ടനും അമ്മയും രണ്ടാളും കൂടി ഭക്ഷണമൊക്കെ എടുത്ത് പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പറയും ഇപ്പം തന്നെയോ 12 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിനാണ് ഞങ്ങളൊക്കെ ഉച്ച നേരം എന്ന് പറയുന്നത്, വാ ചേച്ചി ഉണ്ണാം എന്ന് പറയാം. അങ്ങനെ വിളിച്ച അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വെക്കുമ്പോൾ നല്ല മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ 3 പേരും 4 പേരും കൂടി ഇരുന്ന് കഴിക്കുക. ശരണ്യയും അലീനയും ഓമനക്കുട്ടനും ശരത്തും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഭക്ഷണം. അപ്പോൾ അമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയെ സഹായിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ശരണ്യ. മുളകിൻ്റെ ഞെട്ടി കളയാനും ഉള്ളി തൊലി കളയാനും ഒക്കെ ഇങ്ങനെ സഹായിക്കാനൊക്കെ എന്നുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ വെറുതെ കളിയാക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശരണ്യ അലീന പറയുകയാണ് ശരണ്യയോട്, എല്ലാവരോടും കൂടെ ആയിട്ട് പറയണേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. എന്താ എന്ന് ചോദിക്കുകയാണ്. എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ശരണ്യ. പെട്ടെന്ന് ഇവിടെ സീരിയസ് ആയപ്പോഴേ അപ്പോൾ പറയും ഞാൻ ഇപ്പം നിൽക്കുന്ന ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ് എന്ന് പറയണേ. എവിടേക്ക് നോക്കിയാണ്. എല്ലാവരും ആകെ ഞെട്ടുന്നുണ്ട് ഇവൾ പെട്ടെന്ന് പറയുമ്പോഴേ. എവിടേക്ക് വയ്ക്കുമ്പോൾ പറയും കൊളുത്തുപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. കൊളുത്തുപ്പുഴേ നോക്കുമ്പോൾ അത് എവിടെ വയ്ക്കുമ്പോൾ അത് എനിക്ക് വലിയ നിശ്ചയമല്ല, അവിടെ ഒരു പ്ലാന്ററുടെ വീടാണ്. അപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ പോകാൻ കാരണം നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ നാളായില്ലേ വന്നിട്ട്, ഇപ്പോൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞു എൻ്റെ, ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അറിയാം. അപ്പോൾ അത് ദൂരം കുറേ ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരത്ത്. അപ്പോൾ ഉണ്ട് എനിക്ക് ശരിക്കും അറിയില്ല എന്ന് പറയാം. അപ്പോഴേക്കും ഇവിടെ അങ്ങനെ ചോറുണ്ണൽ അങ്ങനെ നിർത്തുകയാണ്. ശരണ്യ ചോറുണ്ണൽ കഴുകി അങ്ങനെ നീക്കുകയാണ്. അപ്പോൾ പറയും എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് നീക്കുന്നുണ്ട്. അപ്പോൾ എടി കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ അലീന കയ്യിന് പിടിക്കുകയാണ് ശരണ്യയുടെ. കഴിക്കും മുളയുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുക. അപ്പോൾ എല്ലാവർക്കും ആകെ വിഷമമായി. കാരണം അലീന പോവാന്ന് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ശരണ്യ എഴുന്നേറ്റിൻ്റെ പിന്നാലെ അലീന എഴുന്നേക്കുക. അപ്പോൾ എന്നിട്ട് അലീന ശരണ്യയുടെ റൂമിലേക്ക് പോകുമ്പോൾ ശരണ്യ ഇങ്ങനെ സാലയിൽ നടത്തി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെന്ന് ശരണ്യയെ വിളിക്കുന്നുണ്ട്, മോളെ എന്ന് വിളിക്കുകയാണ്. നീ എന്തിനാ പിണങ്ങി പോകുന്ന നിൽക്കുമ്പോൾ എനിക്ക് പറ്റില്ല ചേച്ചി പോകാമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതാണ് അറിയാം. അതിന് ഞാൻ ദൂരേക്കൊന്നുമില്ല, ഇവിടെ തന്നെ അല്ലേ ഒരു 3 മണി. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആകെ 1 മണിക്കൂർ മതി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുളത്തുപുഴന്ന് വന്ന ഏറെ ഒരു 3 മണിക്കൂർ അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ മാസത്തിലൊരിക്കലും നിന്നെ വന്ന് കണ്ടോളാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും മാസത്തിലൊരിക്കലോ 2 പ്രാവശ്യം വന്നൂടെ എന്ന് നോക്കുമ്പോൾ അത് എനിക്ക് അറിയില്ല മോളെ, പുതിയ വീടല്ലേ, അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എനിക്ക് വരാൻ ഞാൻ നോക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നതിനും ചേച്ചി പോവാന്ന് പറയുമ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നുക ചേച്ചി, ഞാൻ തനിച്ചായ പോലെ തോന്നുകയാണ്, എനിക്ക് എൻ്റെ എല്ലാ ശക്തികളും പോയ പോലെ തോന്നുക, ചേച്ചി ഇല്ലാണ്ട് ചേച്ചി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് തോന്നില്ല. അങ്ങനെ ചിന്തിക്കരുത്, നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത്രയും എത്തിയത്. ഇനി മോളുടെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നീ പഠിക്കുക, നമുക്ക് ഏതറ്റം വരെ പഠിക്കണോ അത്രയും നീ പഠിക്കുക, നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. കാരണം നീ ജയിച്ചാലേ ഞാൻ ജയിച്ച പോലെ ആവുള്ളൂ, നീ തോറ്റാൽ ഞാൻ തോറ്റു പോകുമ്പോൾ. അതുകൊണ്ട് നീ ഒരിക്കലും പഠിക്കാതിരിക്കുകയെ മറ്റുള്ള നിൻ്റെ ചിന്തകളോ പ്രവർത്തികളോ വേറെ ഒന്നിലേക്കും പോവാതെ നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നാലും ചേച്ചി പോവാന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ചേച്ചിക്ക് പോവാതിരുന്നൂടെ എന്ന് ചോദിക്കണം. പക്ഷെ പറ്റില്ലല്ലോ മോളെ, എനിക്ക് പോയേ പറ്റുള്ളൂ, അതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യനെ ആശ്വസിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മളുടെ അലീന. നീ വിഷമിക്കേണ്ട, അതിൻ്റെ ഒരു കാര്യത്തിലും ഒന്നിലും ഒരു മുടക്കം വരില്ല, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്, നീ ഓർത്ത് വിഷമിക്കുകയേ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ മഴ തോരും മുൻപേയിലെ കഥ വരുന്നത്. ഇനി ശരണ്യയുടെ വീട്ടിൽ നിന്ന് അലീന പോന്നിട്ടില്ല കേട്ടോ. ആ വരവ് അങ്ങനെ വരുന്നത് ഇവിടേക്കാണ്, തറവാട്ടിക്കാണ് വരുന്നത്. അതായത് അമ്മ ഉള്ള തറവാട്ടിക്കാണ് വരുന്നത്. അങ്ങനെ ഓരോരുത്തരെയും കണ്ട് യാത്ര പറയുന്നുണ്ട് നമ്മളുടെ അലീന. തിരിച്ച് മനുവാണ് അലീനേനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നതൊക്കെ. ബാലചന്ദ്രൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നാളെ അലീന ഇവിടുന്ന് പോവുകയാണെന്നും പറയുന്നുണ്ട്. അതൊക്കെയാണ് കഥ വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. അത് നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തിലേക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകൾ വരാം, ഡയലോഗുകളൊക്കെ മുഴുവനായിട്ടൊന്നും നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ എങ്കിലും സന്ദർഭവശാലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആരും മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.